അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര നേരെ ഊട്ടിക്കാണ് കേട്ടോ. കുറേ കാലമായി ഊട്ടിക്ക് പോയിട്ട്. അങ്ങനെ നമ്മൾ ഊട്ടിക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ വണ്ടി എടുത്തിറങ്ങി നേരെയൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഒരു സമയം 7 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ നേരെ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം തപ്പിയാണ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും നല്ല വിശക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ ഇന്നത്തെ യാത്ര ഊട്ടിക്കാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഫുഡെല്ലാം കഴിച്ച് ഇനി ഇവിടുന്ന് വിടാണ് നേരെ ഊട്ടിക്ക്. അജയ പൊളിക്കണ്ടേ? വിടല്ലേ ഊട്ടിക്ക്? നമ്മളെ യാത്ര എങ്ങോട്ടാ? അപ്പൊ നമുക്ക് പൊളിക്കല്ലേ? അങ്ങനെ ഈ വഴി പോകുമ്പോൾ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഇന്നിവിടെ നിർത്തിയ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ ഊട്ടിക്ക് പോകുക കേട്ടോ. ഷൂട്ടിംഗ് പോയിൻ്റൊക്കെ എത്തി അവിടെ അവിടെ നിന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇവിടുന്ന് പ്ലാനിങ്ങിലാണ് കേട്ടോ പോയത്. അവിടെ ചെന്നിട്ട് ഒരു റീൽസ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയൊരു ഡാൻസൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാവരും അറിയുന്ന പോലെയൊക്കെ കളിച്ചു. പക്ഷേ എങ്ങനെയൊക്കെയോ കുട്ടി പൊട്ടിച്ചു കേട്ടോ. ഊട്ടിപ്പട്ടണമൊക്കെ കളിച്ച് അങ്ങനെ ചിരിച്ച് അറമാദിച്ച് എങ്ങനെ ഊട്ടിയിലേക്കുള്ള യാത്ര പൊളിച്ചു കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഒരു വൈബ് എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വൈബ് കാണുമ്പം, അതും ഈ കുന്നിൻ്റെ മേലെ ഇത്രയും വെയിലായി പോലും ഒരു ചൂട് എന്ന് പറയുന്ന സാധനമല്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് അവിടുത്തെ പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പിന്നെ അവിടെയൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ നേരം കണ്ടു. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. ഈ പൂവിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ വേറെ തന്നെ ഒരു വൈബാണ്. പിന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതാ ഇന്ത്യയുടെ രൂപത്തിൽ തന്നെ ചെടി കൊണ്ട് തന്നെ ഒരു കൗതുകം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. നല്ല തിരക്കുണ്ട്. ഇട ദിവസമാണെങ്കിൽ പോലും നല്ല പിടുത്തം പെട്ട ജനങ്ങളാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അതിലേക്ക് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ചെടികളോടുള്ള സ്നേഹം പിന്നെ പറഞ്ഞറിയിക്കണമല്ലോ. കൂടുതലും ഉള്ളത് സ്ത്രീകൾ തന്നെയാണ് കേട്ടോ. പൂവിനോടുള്ളൊരിഷ്ടം എല്ലാവർക്കും പ്രത്യേകമായിട്ടൊരു കൗതുകവും ഇഷ്ടവും സ്നേഹമൊക്കെ കൂടുതലായിരിക്കുമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ഇത് തന്നെയാണ്. പക്ഷേ ഈ പൂവിൽ തൊട്ടാൽ 500 രൂപ മുതൽ 5000 രൂപ വരെ ഫൈൻ ഉണ്ടെന്നാണ് പറയുന്നത്.